ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയ്ക്കകത്ത് പി എൻ ജംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിച്ചു, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ അകത്തുണ്ടാവുന്ന അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ എങ്ങനെയൊക്കെ കറൻറ്റ് കണ്ടക്ഷൻ നടക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഓരോ ടൈപ്പും പി ടൈപ്പ്, എൻ ടൈപ്പ്, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അങ്ങനെ നമ്മൾ പഠിച്ചു. ഇനി പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പി ടൈപ്പ് ഇൻഡിവിജ്വലി അതേപോലെ തന്നെ എൻ ടൈപ്പ് ഇൻഡിവിജ്വലി പഠിച്ചു. ഇനി ഈ പി ടൈപ്പും എൻ ടൈപ്പും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന കേസിൽ, ഇപ്പം ഈ രണ്ട് പീസ് എടുത്ത് നമ്മളതിനെ കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. ഇപ്പം നമ്മളതിനെ കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിംപ്ലി എടുത്ത് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് അവൈലബിൾ ആണ് പി എൻ ജംഗ്ഷന്. സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്സ്, അങ്ങനെ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് പി എൻ ജംഗ്ഷൻ. അപ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്, if we join a piece of p-type semiconductor to a piece of n-type semiconductor, a p-n junction is formed. p-n junction is also called a semiconductor diode or a p-n junction diode or a crystal diode. crystal diode എന്നും നമുക്ക് വിളിക്കാം. Special fabrication techniques are used to form a p-n junction. സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടുന്ന തരത്തിൽ തന്നെയുള്ള ഫാബ്രിക്കേഷൻ ടെക്നിക്സ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡയോഡ് എന്നൊക്കെ വിളിക്കാം. അങ്ങനെ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പിയും എന്നും ഫോം ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. നമുക്കറിയാം പി ടൈപ്പിൻ്റെ അകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതേപോലെ എൻ ടൈപ്പിൻ്റെ അകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ഈ ഹോൾസും ഇലക്ട്രോൺസും ഉള്ള പിയും എന്നും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇനി പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഗർ എക്കകത്ത് പി എൻ ജംഗ്ഷൻ ഇൻ എ ഡയോഡ്, ഒരു ഡയോഡാണ് കാണിച്ചിട്ടുള്ളത്. പി ടൈപ്പ് സിലിക്കണും എൻ ടൈപ്പ് സിലിക്കണും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ, രണ്ടിൻ്റെയും കൂടെ ജോയിനിങ് പാർട്ടിലൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു. അതിൽ ഫിഗർ ബിക്കകത്ത് കാണിച്ചിട്ടുള്ളത് പിക്കകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണെന്ന് നമുക്കറിയാം. ഹോൾസ് ആണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ അകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് എൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. ഫിഗർ ബി എന്ന് പറയുമ്പം ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിഗർ എ. ഇനി എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ ലെയർ, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഫോം ചെയ്യുന്ന ആ സ്പോട്ടിൽ, ആ സെയിം ടൈമിൻ്റെ അകത്ത് പി ടൈപ്പിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഹോൾസും എൻ ടൈപ്പിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പി ടൈപ്പിലുണ്ടായിരിക്കുന്ന ഹോൾസ് എൻ റീജിയണിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ എൻ റീജിയണിലുണ്ടാവുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഫോർമേഷൻ ഓഫ് ഡിപ്ലീഷൻ ലെയർ ഇൻ എ പി എൻ ജംഗ്ഷനാണ്. എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ ലെയർ, ഫിഗർ ബിക്കകത്ത് ഡിപ്ലീഷൻ ലെയർ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പം എങ്ങനെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക്, ഇപ്പോൾ നമ്മൾ പി ടൈപ്പും എൻ ടൈപ്പും കൂടെ കമ്പൈൻ ചെയ്യുന്ന സ്പോട്ടിൽ പി റീജിയണിലുള്ള ഹോൾസും എൻ റീജിയണിലുള്ള ഇലക്ട്രോൺസും കൂടെ ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ മൂവ് ചെയ്ത് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഫിഗറിൻ്റെ അകത്ത് കാണുന്നുണ്ട് പി ടൈപ്പിൻ്റെ അകത്തുള്ള ഹോൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഒരു ആരോ മാർക്ക് കാണിച്ചത് കണ്ടില്ലേ, ഇവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. പിയിലുള്ള ഹോൾസ് എൻ റീജിയണിലേക്ക് മൂവ് ചെയ്തു. അതേപോലെ തന്നെ എൻ റീജിയണിലുള്ള ഇലക്ട്രോണിക്സ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, പി റീജിയണിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും.
കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് വരെയാണ് ഈ കോമ്പിനേഷൻസ് നടക്കുന്നത്. ആ കോമ്പിനേഷൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ റീജിയനിൽ ലെഫ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പം നോക്കിയേ, പി റീജിയൻ്റെ അകത്ത് നെഗറ്റീവ് അയോൺസ് ആണ് ബാക്കി വരുന്നത്. അതേപോലെ തന്നെ എൻ റീജിയൻ്റെ അകത്ത് ബാക്കി വരുന്നത് എന്താണ്? പോസിറ്റീവ് അയോൺസും ആണ് ബാക്കി വരുന്നത്. നമുക്കറിയാം പി റീജിയൻ്റെ അകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെജോറിറ്റി ചാർജസ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസും വരുന്നുണ്ട്. എവിടെയാണ് നെഗറ്റീവ് അയോൺസ് വരുന്നത്? പിക്കകത്ത് നെഗറ്റീവ് അയോൺസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. എൻ റീജിയൻ്റെ അകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും, അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് അയോൺസുമാണ്. അപ്പം ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്ത് ഈ റീജിയനിൽ, ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഏത് മാത്രം ബാക്കി വരും? നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും മാത്രം ബാക്കി വരും. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഹോൾസ് റീകോമ്പിനേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഈ നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും മാത്രം അവിടെ ഫോം ചെയ്യും. ആ ഫോം ചെയ്ത നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോൺസും ഇനി കോമ്പിനേഷൻസ് നടക്കാൻ ഇലക്ട്രോൺസും ഹോൾസും സെൻറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പം ഈ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ, അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസും ഹോൾസും ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും? ആ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് റീകോമ്പിനേഷൻസ് നടത്തും. ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീകോമ്പിനേഷൻ സ്റ്റോപ്പ് ചെയ്യും, മൂവ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്യും, മെജോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതെങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾസും ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? പി ആണെങ്കിൽ നെഗറ്റീവ് അയോൺസും എൻ ആണെങ്കിൽ പോസിറ്റീവ് അയോൺസും മാത്രം അവിടെ ലെഫ്റ്റ് ആവും. ഇപ്പം ഇതിനകത്ത് മെജോറിറ്റി കാരിയേഴ്സാണ് മൊബൈൽ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഈ മൈനോറിറ്റി കാരിയേഴ്സിന് നമുക്ക് എന്ത് പറയാം? ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ഇപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ ലെയറിൽ വരുന്ന ഈ റീജിയനിലുള്ള ഈ കാരിയേഴ്സിന് നമുക്ക് ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇമ്മൊബൈലാണ്. ഇമ്മൊബൈൽ മീൻസ് അത് മൊബിലിറ്റി അങ്ങനെ ഇല്ല. ഇലക്ട്രോൺസും ഹോൾസും ആണ് ഇവിടെ മൊബിലിറ്റി ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെജോറിറ്റി കാരിയേഴ്സ് ആ ഡിപ്ലീഷൻ ലെയറിലൂടെ ക്രോസ് ചെയ്യില്ല. ഇങ്ങനെയാണ് ഡിപ്ലീഷൻ ലെയർ ഇതിനകത്ത് ഫോം ചെയ്യുന്നത്. നമുക്കൊന്നും കൂടെ ഇതിൻ്റെ കാര്യം നോക്കാം. ദ റീജിയൻ കണ്ടെയ്നിങ് uncovered acceptor and donor ions in the vicinity of the junction is called depletion region. Acceptor ions, donor ions ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെമി കണ്ടക്ടർ പഠിച്ച സമയത്ത്. നെഗറ്റീവ് അയൺസിനെയും പോസിറ്റീവ് അയൺസിനെയും വിളിക്കുന്നതാണിത്. അപ്പം ദ റീജിയൻ കണ്ടെയ്നിങ് അൺകവേർഡ് ആക്സെപ്റ്റർ ആൻഡ് ഡോണർ അയോൺസ്. അപ്പം ഇത്രയും പോർഷനിലല്ലേ ഈ ആക്സെപ്റ്റർ ആൻഡ് ഡോണർ അയോൺസ് ഉള്ളത്. ആ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കാം. അപ്പം ഡിപ്ലീഷൻ റീജിയൻ ഈസ് ദ റീജിയൻ കണ്ടെയ്നിങ് അൺകവേർഡ് ആക്സെപ്റ്റർ ആൻഡ് ഡോണർ അയോൺസ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ ജംഗ്ഷൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. Depletion region is also known as space charge region. Moreover, depletion layer behaves like an insulator. For an insulator, it should possess a capacitance. Capacitance means it stores the energy in the form of electric field. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, കപ്പാസിറ്ററൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ അകത്ത് ഡൈഇലക്ട്രിക് ഉണ്ടാവും. ആ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും നമുക്കറിയാം. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നത്? അവിടെ എനർജി സ്റ്റോറേജ് ഇലക്ട്രിക് ഫീൽഡ് നടക്കുന്നുണ്ട്. അപ്പം ഡിപ്ലീഷൻ ലെയർ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് മീൻസ് അവിടെ ഇമ്മൊബൈലായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓപ്പോസിറ്റ് ചാർജസ് ആ റീജിയൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, എനർജി സ്റ്റോറേജ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഡിപ്ലീഷൻ ലെയർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് പോസസ് എ കപ്പാസിറ്റൻസ്. ഇനി വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത് ഡോപ്പിംഗ് ലെവൽ ഓഫ് ഇമ്പ്യൂരിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡോപ്പിംഗ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഡോപ്പിംഗ് നടത്തുന്നതിനനുസരിച്ച് ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെന്ന് കരുതാം. സപ്പോസ് ഈ ഇമ്പ്യൂരിറ്റിൻ്റെ എമൗണ്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും?
അതിനനുസരിച്ചിട്ടുള്ള ഡിപ്ലീഷൻ ലെയറാണ് ഫോം ചെയ്യുക. ഇനി നമ്മൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റി കൂട്ടുക എന്ന കേസിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ത് ചെയ്യും, എഗെയിൻ അതനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡോപ്പിംഗ് ലെവൽ ഓഫ് ഇമ്പ്യൂരിറ്റി. ഡോപ്പിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടിരിക്കും. ഇനി അതെങ്ങനെയാണ് മാറുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡോപ്പിംഗ് ലെവൽ ഹൈ ഡോപ്പിംഗ് ലെവൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലീഷൻ ലെയർ വളരെ ചെറുതായിരിക്കും. ഹൈ ഡോപ്പിംഗ് ഇപ്പം നമ്മൾ ഈ ഡോപ്പിങ്ങിനനുസരിച്ചാണ് ഈ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡോപ്പിംഗ് അനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ഡോപ്പിംഗ് നമ്മൾ ഹൈ ഡോപ്പിംഗ് നടത്തുന്ന സമയത്ത് അവിടുത്തെ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ത് ചെയ്യും, കുറയും. ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഡിപ്ലീഷൻ ലെയർ ഇത്രയും ഡിപ്ലീഷൻ ലെയറാണ്. എത്രയാണ് അതിൻ്റെ വിഡ്ത്ത്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത്രയാക്കി എടുക്കണമെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പി റീജിയണിലും എൻ റീജിയണിലുള്ള ഡോപ്പിംഗ് ലെവൽ ഇൻക്രീസ് ചെയ്യാം. ഡോപ്പിംഗ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് അങ്ങ് കുറയും. ആദ്യം ഉണ്ടായിരുന്ന വിഡ്ത്ത് നിന്ന് എന്ത് ചെയ്തു, ഇത്രയും അങ്ങോട്ട് കുറഞ്ഞു കിട്ടി. ഡിപ്ലീഷൻ വിഡ്ത്ത് അവിടെ കുറഞ്ഞു. അപ്പോൾ ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയുന്നത് എന്ത് ബേസിലാണ്, ഡോപ്പിംഗ് കൂട്ടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയും. അപ്പോൾ ഡോപ്പിംഗ് കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിപ്ലീഷൻ റീജിയൻ എന്താണെന്ന് പറഞ്ഞു. ഡിപ്ലീഷൻ റീജിയനെ നമുക്ക് സ്പേസ് ചാർജ് റീജിയൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഡിപ്ലീഷൻ ലെയർ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. അതിനകത്തൊരു കപ്പാസിറ്റൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുമ്പം ഡോപ്പിംഗ് ലെവൽ ഓഫ് ഇമ്പ്യൂരിറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡോപ്പിംഗ് ഹൈ ആണെങ്കിൽ വിഡ്ത്ത് കുറവായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സ് നടക്കും. ഇനി ജംഗ്ഷൻ ഓർ ബാരിയർ വോൾട്ടേജ്. ജംഗ്ഷൻ ഓർ ബാരിയർ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ജംഗ്ഷൻ നമ്മുടെ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാർജസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, ഇമ്മൊബൈൽ ചാർജസ്. ഈ ഇമ്മൊബൈൽ ചാർജസ് ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പം അവിടെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കുമല്ലോ, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യലിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ വോൾട്ടേജ് അല്ലെങ്കിൽ ജംഗ്ഷൻ വോൾട്ടേജ് എന്നൊക്കെ പറയും. ആ ബാരിയർ വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ബാരിയർ ഹൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പി എൻ ജംഗ്ഷൻ്റെ ആ ജംഗ്ഷൻ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ ബാരിയർ വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പം നമുക്കിവിടെ വിഡ്ത്ത് കാണിക്കുന്നുണ്ട്. വിഡ്ത്ത് ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ലാർജാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ ബാരിയറും ചേഞ്ച് ചെയ്യും. അപ്പം പൊട്ടൻഷ്യൽ ബാരിയർ ഓർ ബാരിയർ വോൾട്ടേജ്, ജംഗ്ഷൻ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്നൊക്കെ കാണും. VB എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് നോക്കാം. ആൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അക്രോസ് ദ ജംഗ്ഷൻ ഡ്യൂ ടു ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഓൺ ദ ടു സൈഡ്സ് ഓഫ് ദ ജംഗ്ഷൻ. ഇപ്പം നമുക്കറിയാം, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ആണുള്ളത്. ഇപ്പം പി സൈഡിൽ നെഗറ്റീവ് അയോൺസും എൻ സൈഡിൽ പോസിറ്റീവ് അയോൺസ്. അപ്പോൾ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയൺസ് ആണ് രണ്ട് സൈഡിലും ജംഗ്ഷനിൽ വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ ഓർ പൊട്ടൻഷ്യൽ ബാരിയർ. ഇനി ഈ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ജംഗ്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് 300 കെൽവിൻ ആവുന്ന കേസിൽ ഈ ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VB 0.64 സിലിക്കൺ ആൻഡ് 0.24 ജെർമേനിയം. എന്ത് ചെയ്യും, ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.64 സിലിക്കൺ ആൻഡ് 0.24 ജെർമേനിയം. ഇനി ഈ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഡോപ്പിങ്ങിനനുസരിച്ച് ചേഞ്ച് വരും എന്ന് പറഞ്ഞു. അതേപോലെ എന്തിനനുസരിച്ചും കൂടെ മാറ്റം വരും, ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റം വരും. ഈ ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് ചേഞ്ച് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ VB ഡിക്രീസസ് ബൈ 2 millivolt per degree Celsius എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 degree Celsius ഇൻക്രീസ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്, ടെമ്പറേച്ചർ 2 millivolt ഡിക്രീസ് ചെയ്യും. 1 degree Celsius ഇൻക്രീസിൽ
2 മില്ലി വോൾട്ട് ഡിക്രീസ് വരും. അങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് 2 മില്ലി വോൾട്ട് അവിടെ ഡിക്രീസ് വരും. അപ്പം ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ജംഗ്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ ഓർ ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അതെന്ത് ചെയ്യും, ഡിക്രീസസ് ബൈ 2 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞത്? ആദ്യം പി എൻ ജംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പം സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് പിനെയും എന്നിനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഫോം ചെയ്യാം? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാം എന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് വേറെ പ്രോസസ്സ് ഒന്നുമില്ല. ആ പ്രോസസ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറഗുലാരിറ്റീസ് ഒക്കെ ഫോം ചെയ്യും. അപ്പോൾ സ്പെഷ്യൽ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. പി റീജിയനിലുള്ള ഹോൾസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഓപ്പോസിറ്റ് ചാർജസിലേക്ക് അട്രാക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസിലേക്ക് അങ്ങോട്ട് എൻ റീജിയനിലേക്ക് മൂവ് ചെയ്യും. എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് പി റീജിയനിലുള്ള ഹോൾസിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടും കൂടെ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റീജിയനിൽ കോമ്പിനേഷൻസ് നടന്ന പോർഷനിൽ ഏത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഇമ്മൊബൈൽ അയോൺസ് മാത്രമുള്ള റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്നൊക്കെ പറയുന്നത്. ഈ ഡിപ്ലീഷൻ ലെയർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഇൻസുലേറ്റർ മീൻസ് എന്താണ്? അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എനർജി സ്റ്റോറേജ് നടക്കുന്നുണ്ട്. എനർജി സ്റ്റോറേജ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ നടക്കുന്നത്? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സ് എപ്പോഴും ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ നോക്കും. പക്ഷേ ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? ഈ ക്രോസ് നോക്കുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫോഴ്സാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഡിപ്ലീഷൻ ലെയർ എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പുറത്ത്? മെജോറിറ്റി കാരിയേഴ്സിൻ്റെ പുറത്തൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിപ്ലീഷൻ ലെയർ ചെയ്യുന്നത്. ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിൽറ്റ് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ജംഗ്ഷൻ വോൾട്ടേജ് ഓർ ബാരിയർ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ആ കാര്യമാണ് നമ്മൾ ജംഗ്ഷൻ ഓർ ബാരിയർ വോൾട്ടേജിനകത്ത് പറയുന്നത്. ഈ ജംഗ്ഷൻ ഓർ ബാരിയർ വോൾട്ടേജ് എന്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും? ഡോപ്പിങ്ങിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പറേച്ചറിനനുസരിച്ചും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടെമ്പറേച്ചറിനനുസരിച്ച് 2 മില്ലി വോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് ഡോപ്പിങ്ങിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സപ്പോസ് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ബിൽറ്റ് ഇൻ വോൾട്ടേജ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡോപ്പിങ് ചേഞ്ച് ചെയ്താൽ മതി. ഡോപ്പിങ്ങിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർട്ടിക്കുലർ ബിൽറ്റ് ഇൻ വോൾട്ടേജ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബിൽറ്റ് ഇൻ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു 0.64 സിലിക്കൺ ആൻഡ് 0.24 ജെർമേനിയാണ് റൂം ടെമ്പറേച്ചർ ആവുന്ന കേസിൽ. ഇത്രയും കാര്യമാണ് നമുക്ക് എന്തിനെക്കുറിച്ച് പി എൻ ജംഗ്ഷനെ കുറിച്ച് ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നോക്കാം.